ഞാൻ റവറൻഡ് CR ചന്ദ്രബോസ്, ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂതറൻ സഭയിൽ വട്ടപ്പാറയ്ക്ക് സമീപം കുറ്റിയാണി എന്ന സ്ഥലത്ത് ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആനാട് ആണ് എൻ്റെ താമസ സ്ഥലം. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത മകൾ കുടുംബസ്ഥയാണ്, അവരും ദൈവിക ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഇളയ മകൾ വിദ്യാഭ്യാസം ചെയ്യുന്നു. 1993 മുതൽ ഞാൻ ദൈവിക ശുശ്രൂഷയിലാണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. കുഞ്ഞുകാലം മുതൽ സഭയിലെ സൺഡേ സ്കൂൾ, ബാലർ സംഘം, യുവജന സഖ്യം, മറ്റ് ഇതര സംഘടനകളിലും ആരാധനകളിലും സജീവമായി പങ്കുചേരുകയും പങ്കെടുപ്പിക്കുകയും ചെയ്ത ഒരു മാതാപിതാക്കളുടെ മകനായിട്ടാണ് ഞാൻ ജീവിച്ചത്. കുഞ്ഞുകാലം മുതൽ സഭയുടെ എല്ലാ ആരാധനകളിലും മറ്റ് കൂട്ടായ്മകളിലൊക്കെ പങ്കുചേരുവാനുള്ള ഭാഗ്യവും അവസരവും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഒരുക്കി തന്നു. അതുകൊണ്ട് ദൈവിക ആശ്രയത്തിലും ദൈവകൃപയിലും വളരുവാനായിട്ടുള്ളൊരു സാഹചര്യം എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഒരുക്കി തന്നു. ഒരിക്കൽ എൻ്റെ 10ാം ക്ലാസ് പഠനത്തിന് ശേഷം വെക്കേഷൻ ടൈമിൽ ഞങ്ങളുടെ ദേശത്തിനടുത്ത് ഇളവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് CSSM എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഒരു ക്യാമ്പ് ക്രമീകരിക്കുകയുണ്ടായി. ആ ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുകയും ആ ക്യാമ്പിൽ വെച്ച് യേശു കർത്താവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ നേതൃത്വം നടത്തപ്പെട്ട ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് അതിൽ പങ്കുചേരുകയും ആ ക്യാമ്പിൽ വെച്ച് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. 1993 മുതൽ 2.5 വർഷക്കാലം എറണാകുളം ജില്ലയിൽ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിൻ്റെ ഒരു പ്രവർത്തകനായി പ്രവർത്തിപ്പാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. തുടർന്ന് വൈദിക പഠനത്തിലേക്ക് പ്രവേശിക്കുകയും 2000 മുതൽ പാസിറ്റോൺ അഥവാ ഇന്ത്യ ലൂതറൻ ബൈബിൾ ചർച്ച് എന്ന പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുകയും വിവിധ ഇടങ്ങളിൽ സഭാ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ചു. 2010 ഒരു വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനും അന്നു മുതൽ ഇന്നുവരെ ആ ശുശ്രൂഷയിൽ തുടരുവാനും ദൈവം എനിക്ക് അവസരം തന്നു. ഞാൻ കുഞ്ഞുനാളിൽ സൺഡേ സ്കൂളിലും മറ്റ് ഇതര കാര്യങ്ങളിലൊക്കെ പങ്കുചേർന്നിരുന്നെങ്കിലും യേശു കർത്താവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധമോ ജീവിത സാഹചര്യങ്ങളോ ഇല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സഭയിലെ സൺഡേ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ഒരു സാറ് നിമിത്തമാണ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടയായത്. ആ ക്യാമ്പിൽ വെച്ചാണ് കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. യേശു എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നുവെന്നും യേശു ലോകത്തിൽ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്നും ഉയർത്തെഴുന്നേറ്റതെന്നും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപമോചനം ലഭിക്കുമെന്നുള്ള അറിവ് എനിക്ക് ലഭിക്കുകയും അത് ഹൃദയംഗമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ എൻ്റെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുവാനായിട്ടിടയായി. തുടർന്നുള്ള ജീവിതത്തിൽ അന്നുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതമാണ് എനിക്ക് ദൈവം തന്നത്. അനുസരിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ദൈവവചനം വായിക്കാനും പ്രാർത്ഥനയിൽ പങ്കുചേരാനും നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായൊരു ആരാധന ജീവിതം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. തുടർന്ന് നടന്ന CFൻ്റെ ക്യാമ്പിലൂടെയാണ് ഒരു ദൈവവിളിക്കായിട്ടുള്ളൊരു ആഹ്വാനം എനിക്കുണ്ടാകുകയും ആ ക്യാമ്പിൽ വെച്ച് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുവാനായിട്ട് ആരൊക്കെ തയ്യാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ ക്യാമ്പിൽ വെച്ച് ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കർത്താവ് എന്നെയും ആ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യം എനിക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ തുടർന്നുള്ള കാലം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാനായിട്ട് ഇടയായി. തുടർന്ന് CFനോട് ചേർന്ന് തന്നെ ചില വർഷങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു. പിന്നീട് വൈദിക പഠനത്തിലേക്ക് പ്രവേശിക്കുകയും അതിനെ തുടർന്നാണ് സഭാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയായിത്തീർന്നു. 2011 ഒരു വൈദികനായിട്ട് എനിക്ക് അഭിഷേകം ലഭിക്കാനായിട്ട് ഇടയായത്. അന്നു മുതൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനായിട്ടൊക്കെ ദൈവം എനിക്ക് അവസരം തന്നു. മറ്റൊരു വിശേഷത എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു എന്ന് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ പല ആളുകളും
ദൈവവേല ചെയ്യുന്ന ആളുകളായിരുന്നു. അതിൽ എൻ്റെ ഒരു പപ്പയുടെ സഹോദരൻ ആട്ടുകാൽ ലോറൻസ് പ്രസിംഗർ എന്ന് അറിയപ്പെടും. അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കുഞ്ഞുനാൾ മുതലേ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രസംഗകനായാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ദൈവം പിൽക്കാലത്ത് എന്നെ അതുപോലെ വിവിധയിടങ്ങളിൽ ദൈവവചന സന്ദേശത്തിനായി ദൈവം ഉപയോഗിച്ചു വരുന്നു. ഇന്നും പലയിടങ്ങളിൽ കർത്താവിനായി ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തരുന്നു. വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എങ്കിലും അന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം നൽകി ഞങ്ങളെ സഹായിച്ചു. ഇന്നും ദൈവം ഞങ്ങൾക്ക് ആവശ്യവും അനുയോജ്യമായതെല്ലാം ജീവിതത്തിൽ നൽകി ഞങ്ങളെ സഹായിച്ച് വരുന്നു. ഞാൻ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുന്നത് കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷയിലൂടെയാണ് ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത്. അതേ തുടർന്ന് യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഒക്കെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിവിധ ഇടങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം കുട്ടികളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവരെന്നെ ഹൃദയംഗമായിട്ട് സ്നേഹിക്കുകയും എൻ്റെ ക്ലാസ്സുകളിൽ അവർക്ക് വലിയ താല്പര്യം ഉള്ളതായിട്ട് ഞാൻ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിൽ വചന ശുശ്രൂഷയ്ക്കായി വിവിധയിടങ്ങളിൽ ചെല്ലുമ്പോൾ ആ വചന ശുശ്രൂഷ മറ്റുള്ളവർക്ക് വലിയൊരു ആശ്വാസമായി തീരുന്നതായിട്ട് അറിയുവാനിടയായി. അതുകൊണ്ട് ഞാൻ നിശ്ചയമായിട്ടും ഇന്ന് വിശ്വസിക്കുന്നു, ഒരു വചന ശുശ്രൂഷ രംഗത്തേക്ക് ദൈവം എന്നെ പ്രത്യേകമായി വിളിച്ചിരിക്കുന്നുവെന്നും അതിന് പ്രത്യേകമായി ദൈവം എനിക്ക് താലന്ത് നൽകിയിരിക്കുന്നുവെന്നും തിരിച്ചറിയുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തരുന്നുണ്ട്. ഞാൻ വിവിധയിടങ്ങളിൽ സഭയുടെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കാൻ ഇടയായിട്ടുണ്ട്. ആ ഇടങ്ങളിലെല്ലാം വ്യത്യസ്തരായ ചുറ്റുപാടിലുള്ള ആളുകളെ കൂട്ടിവരുത്തി അവരെ ആരാധനയിൽ പങ്കെടുപ്പിക്കുവാനും അവരുടേതായ സാമൂഹിക മറ്റു കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കാനൊക്കെ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ രംഗത്ത് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് അറിയുവാനിടയായിട്ടുണ്ട്. ഒരിക്കൽ ഒരു സുവിശേഷ പ്രസംഗം നടക്കുന്ന വേളയിൽ ഒരു ടീമിനോടൊന്നിച്ച് ഒരു ജംഗ്ഷനിലൊരു സുവിശേഷ പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു കുഞ്ഞുമായി ഒരമ്മ ഓടി വന്നു. ആ അമ്മ വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് അപേക്ഷിച്ചു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ ആരാധന അല്ലെങ്കിൽ ഈ പ്രസംഗം ഇവിടെ നടത്താനായിട്ടിടയായത്. വീട്ടിലെ പ്രശ്നങ്ങൾ നിമിത്തം മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ആ ജംഗ്ഷനിൽ വിഷം വാങ്ങാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആ ദൈവവചനം കേട്ടപ്പോൾ ജീവിക്കണമെന്നുള്ളൊരു പ്രത്യാശ ഉണ്ടാകുകയും അവർ ഒരു പുതിയ തീരുമാനത്തോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച ഞങ്ങളെ ഒന്ന് അറിയിക്കാനുണ്ടായി. അത് ജീവിതത്തിൽ ഏറെ സന്തോഷം പ്രദാനം ചെയ്ത അനുഭവമാണ്. അതുപോലെ ശുശ്രൂഷ മേഖലകളിൽ, സഭാ ശുശ്രൂഷ മേഖലകളിൽ പലയിടങ്ങളിലും കുടുംബ ബന്ധങ്ങൾ, ശിഥിലമായിരുന്ന പല കുടുംബ ബന്ധങ്ങളെയും ഒന്നിപ്പിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ പലയിടങ്ങളിലുണ്ടായിട്ടുണ്ട്. മദ്യപാന്മാരായിരുന്ന ചില വ്യക്തികളെ മാനസാന്തര ജീവിതത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ ചില അവസരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസത്തിൽ മെച്ചമായ അനുഭവങ്ങളില്ലാതിരുന്ന ചില കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും അവരെ പഠിപ്പിക്കുവാനും സമൂഹത്തിലെ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് അവരെത്തിക്കുവാനുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനായിട്ട് ദൈവം ഈ ശുശ്രൂഷ കാലയളവിൽ ചെയ്തിട്ടുണ്ട്. സഭയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില സഭകൾ പണിയപ്പെടുവാനും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് കാര്യങ്ങളിൽ വികസന കാര്യങ്ങളിൽ ഇടപെട്ട് അതിനെ ഒന്ന് വികസിപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ശുശ്രൂഷ മേഖലകളിൽ ദൈവം വ്യത്യസ്തമായ കാലങ്ങളിൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ അവസരം തന്നിട്ടുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി ചിലരെ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ ദൈവിക ശുശ്രൂഷകനായി വേല ചെയ്യുവാനായിട്ട് തീരുമാനമെടുത്തു. കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷ ചെയ്തു. 2.5 വർഷക്കാലം ദൈവിക ശുശ്രൂഷ ചെയ്തു. എന്നാൽ ചില നാളുകൾ അത് ഉപേക്ഷിച്ച് ഞാൻ മറ്റൊരു ജോലിക്ക് വേണ്ടി കടന്നുപോയി. എന്നാൽ അവിടുന്ന് ദൈവം എന്നെ മടക്കി ദൈവവേലയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ ദൈവിക ശുശ്രൂഷയിലേക്ക് തന്നെ ദൈവം കൊണ്ടുവരും എന്നത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. മറ്റൊന്ന്, എല്ലാവർക്കും ഈ ദൈവവിളി ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് ലഭിക്കാനുള്ള സാധ്യതയില്ല. കാരണം
ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നത്. ദൈവം മുന്നമേ ദൈവിക വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളവരെ അവരേത് സാഹചര്യത്തിലായിരുന്നാലും അവരെ മടക്കി കൊണ്ടുവരുന്നതിന് സംശയമില്ല. അതിന് ചില അനുഭവങ്ങൾ പല ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹം ദൈവവേല ചെയ്യുവാനായിട്ട് യാതൊരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ തൻ്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹം ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മറ്റൊരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ആ ജോലിയിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ ദൈവിക ശുശ്രൂഷയിലേക്ക് മടക്കി വരുത്തുകയും ഇന്ന് ഒരു വൈദികനായി അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവം വിളിക്കപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുമെന്നതിന് യാതൊരു സംശയമില്ല. അതിന് ദൈവം ചില മുഖാന്തരങ്ങളൊരുക്കി അവരെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരും. എന്നാൽ എല്ലാവരും ദൈവവേല ചെയ്യണമെന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. പക്ഷെ മുഴുസമയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് സത്യം. ശാസ്ത്ര സാങ്കേതികമായി ഇന്ന് വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ച് ജനത്തിൻ്റെ ജ്ഞാനവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവിക ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരു വൈദികനെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസം സെക്കുലറായിട്ട് അദ്ദേഹം നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലയിടങ്ങളിൽ നമുക്ക് അത് ഏറെ അത്യാവശ്യം കൂടിയാണ്. അതുകൊണ്ട് ഭൗതികമായ വിദ്യാഭ്യാസവും ഒരു ദൈവിക ശുശ്രൂഷകന് ആവശ്യമാണ്. എന്നാൽ ദൈവിക ശുശ്രൂഷയിൽ മറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് ആ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു പോകുമെന്ന് ചോദിച്ചാൽ പരാജയപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം ദൈവമാണ് വിളിച്ചത്, ദൈവമാണ് ആ വ്യക്തിയെ ആ ശുശ്രൂഷയ്ക്ക് ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള ആത്മശക്തിയും ബലവുമെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നത് സത്യമാണ്. എങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ പല ആളുകളുമായി ബന്ധപ്പെട്ട് പല സംഘടനകളുമായി പല രീതികളിൽ നമ്മൾ ഇടപെടുന്നത് കൊണ്ട് സെക്കുലർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. പണ്ടുകാലങ്ങളിലൊക്കെ സഭകളിൽ ആരാധനകൾക്ക് സജീവമായി പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറക്കാർക്ക് ആരാധന ജീവിതവും പ്രത്യേകിച്ച് സഭയിൽ ഒരുപാട് സമയം വന്നിരുന്ന് അതിനോട് പങ്കുചേരുന്നതിനും താല്പര്യം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. എങ്കിലും ചില ആളുകൾ അതിന് താല്പര്യം കാണിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധനകളിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കൊറോണ കാലം വന്നപ്പോൾ എല്ലാ ആരാധന ഇടങ്ങളിലും നവമാധ്യമങ്ങളിലൂടെ ആരാധനകൾ ക്രമപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയൊരു സൗകര്യമായും അതൊരു സഹായമായും തോന്നിയതായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ട്രെൻഡിൽ ആ ഒരു രീതിയിൽ നവമാധ്യമങ്ങളിലൂടെ ഒരു ആരാധന ജീവിതം മതി എന്ന് ശഠിക്കുന്ന ഒരു യുവ തലമുറയുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ വരുന്നതും ദൈവത്തെ ആരാധിക്കണമെന്നത് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയാണ്. അതുകൊണ്ട് നമ്മുടെ അധ്വാനങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു ദിവസം ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കുന്നത് ദൈവത്തിന് ഏറെ ഇഷ്ടമാണ്. അത് നിവർത്തിക്കേണ്ടതാണ്. അത് തിരിച്ചു കൊണ്ടുവരേണ്ടുന്ന ഒരു അനുഭവം ഉണ്ട്. പഴയ തലമുറയെ പോലെ പുതിയ തലമുറയും ഈ ആരാധന ജീവിതത്തിലും ദൈവിക കാര്യങ്ങളിലും കൂടുതലായി പങ്കെടുപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം നമുക്കിന്ന് ഉണ്ട്. ചില സഭകളെ സംബന്ധിച്ച് പ്രായമായവരാണ് അധികമുള്ളത്. യുവതലമുറക്കാർ ആരാധനയിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരാശങ്ക എന്ന് പറയുന്നത് ഭാവിയിൽ ഈ സഭകളുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ യുവതലമുറയെ കൂടെ ദൈവിക ആരാധനകളിലേക്കും ശുശ്രൂഷകളിലേക്കും അവരുടെ പങ്കാളിത്തം കൂടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങളൂടി മനസ്സിലാക്കി അവരെ കൂടെ ഉൾപ്പെടുത്തി സഭയിലെ ആരാധനകൾ സജീവമാക്കാനുള്ള ഒരു ക്രമീകരണം വരും കാലങ്ങളിൽ ചെയ്തില്ല എങ്കിൽ സഭയുടെ ഭാവി എന്താകുമെന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. സഭ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൂടെ കടന്നുപോയത് ഈ കാലഘട്ടത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. സഭ എന്ന് ആരംഭിക്കപ്പെട്ടോ അന്നു മുതൽ സഭ പീഡനത്തിൽ കൂടി കടന്നു പോകുന്നത് സത്യമാണ്. അത് ഈ കാലഘട്ടത്തിലുമുണ്ട്. ആ ആദ്യകാലങ്ങളിൽ സഭ പീഡനത്തിലൂടെ കടന്നുപോയപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനോ എതിർത്ത് നിൽക്കാനോ അതിനെതിരെ സമരം ചെയ്യാനോ അതിനെതിരെ പ്രശ്നങ്ങളുണ്ടാക്കാനും ആരും നിന്നിട്ടില്ല. അന്നെല്ലാം
ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സഭയുടെ നാഥൻ ദൈവമാണെന്നും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന കർത്താവിൻ്റെ വാക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഉണ്ടായ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സഭ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും സഭയുടെ ഉത്തരവാദിത്വം അതുതന്നെ ആയിരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനായിട്ട് നമ്മുടെ കായിക ബലം കൊണ്ട് സാധ്യമല്ല. നമ്മെ വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം ഈ സഭയെ പണിയും, സഭയെ നിലനിർത്തിക്കൊള്ളും. സഭയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കാലാകാലങ്ങളിൽ ലഭ്യമാകേണ്ടുന്ന നിലകളിൽ ദൈവം ലഭ്യമാക്കും. ഈ സഭ ഒരിക്കലും നശിച്ചു പോകുകയില്ല, എന്നേക്കും നിൽക്കുന്ന സഭയാണ്. അതുകൊണ്ട് സഭയ്ക്കെതിരെ വരുന്ന പീഡനത്തിനെതിരെ നാം വാളെടുക്കേണ്ട കാര്യമില്ല, അത് ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ചിന്താഗതിക്കാരനും ആഗ്രഹവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുമാണ് ഞാൻ. ഒരു സഭയുടെ ശുശ്രൂഷനെ സംബന്ധിച്ച് സഭയ്ക്കുള്ളിലുള്ള ഒരു പ്രാർത്ഥന, ആരാധന, പ്രസംഗം ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. ഒരു യഥാർത്ഥ ഇടയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആലയത്തിലെ, അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന മേഖലകളിലെ കുടുംബങ്ങൾ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവിതകാര്യങ്ങൾ, അവരുടെ തലമുറകളുടെ അവസ്ഥകൾ ഇതെല്ലാം നന്നായി മനസ്സിലാക്കി എവിടെയൊക്കെയാണോ ഒരു വൈദികൻ്റെ പ്രോത്സാഹനം നൽകേണ്ടത് അവിടെ പ്രോത്സാഹനം നൽകുകയും, എവിടെയൊക്കെയാണോ ശാസന നൽകേണ്ടത് അവിടെ ശാസന നൽകുകയും, എവിടെയൊക്കെയാണോ വൈദികൻ്റെ കൈതാങ്ങൽ കൊടുക്കേണ്ടത് അവിടെയൊക്കെ കൈതാങ്ങൽ കൊടുത്ത് മുന്നേറുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു സഭയുടെ വൈദികനെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ഇല്ലാതിരുന്നാൽ, അങ്ങനെ ഒരു സഹായം ഇല്ലാതിരുന്നാൽ, ജനങ്ങൾ നയിക്കാനൊരാളില്ലെങ്കിൽ, നിയന്ത്രിക്കാനൊരാളില്ലെങ്കിൽ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുമെന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധിച്ചതുപോലുള്ളൊരു നടപ്പ് വലിയ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും ദൈവിക ബന്ധങ്ങളും നഷ്ടപ്പെട്ട ഒരനുഭവമായി തീരും. അതുകൊണ്ട് ഒരു വൈദികനില്ലാത്ത അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയില്ലാത്ത ഇടമെന്ന് പറയുന്നത് ഒരു ക്ലേശകരമായ ഒരു ഇടമാകും. അത് അധികം താമസിയാതെ ഒരു ശൂന്യതയിലേക്ക് എത്തിച്ചേരുന്ന അനുഭവമായി തീരുമെന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവം അനുവദിക്കുന്ന കാലം അത്രയും വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിക്കുന്ന ഇടങ്ങളിൽ കൃത്യതയോടെ ദൈവിക ശുശ്രൂഷ നിർവഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നുവരെയുള്ള ശുശ്രൂഷാ മേഖലകളിൽ അപ്രകാരം തന്നെയാണ് നിവർത്തിച്ചിട്ടുള്ളത്. ഉദാസീനതയില്ലാതെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ചന്തമായി നടത്തുവാനായിട്ട് അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ ആരോഗ്യവും ആയുസ്സും തരുന്ന അത്രയും കാലം കർത്താവിന് വേണ്ടി ഈ പോർക്കളത്തിൽ പൊരുതുവാനായിട്ടാണ് എൻ്റെ ആഗ്രഹം.